ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അന്നാസ് കോർണർ. അപ്പോൾ നമ്മൾ കാശ്മീരിൽ വന്നിട്ട് ഇത്രയും ഐസ് കാണുന്നത് ഇപ്പോഴാണ്. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയാണെന്ന് അറിയണ്ടേ? ജമ്മു കാശ്മീരിലെ ബാരാമുള്ള ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ലോക പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഗുൽമാർഗ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2690 മീറ്റർ ഉയരത്തിലുള്ള ഈ മനോഹരമായ താഴ്വര സഞ്ചാരികളുടെ പറുദീസ എന്നറിയപ്പെടുന്നത്. പൂക്കളുടെ പുൽമേട് അല്ലെങ്കിൽ മെഡോ ഓഫ് ഫ്ലവേഴ്സ് എന്നാണ് ഗുൽമാർഗ് എന്ന പേരിൻ്റെ അർത്ഥം. ഇവിടുത്തെ പ്രധാന ആകർഷണം എന്താണെന്ന് വെച്ചാൽ ഏഷ്യയിലെ ഏറ്റവും ഉയരമുള്ള കേബിൾ കാർ സർവീസായ ഗുൽമാർഗ് ഗൊണ്ടോള അതിവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കേബിൾ കാറിൽ 2 ഫേസാണുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് ഫസ്റ്റ് ഫേസിൽ മാത്രമാണ്. അതുമാത്രമല്ല, നമ്മളിവിടെ പോകുന്നുണ്ടെങ്കിൽ ഈ ടിക്കറ്റ് മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പം ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് കേബിൾ കാറിലേക്ക് കയറാൻ പോവുകയാണ്. കേബിൾ കാറിൽ കയറി ഇതിങ്ങനെ പതിയെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളിൽ ചെറിയൊരു പേടിയുണ്ട്, കാരണം വെച്ചാൽ ഇത് നല്ല ഹൈറ്റിലാണ് ഇത് പോകുന്നത്. ഇതിൻ്റെ ഗ്ലാസ്സിൽ കുറേ സ്ക്രാച്ച് ഉള്ളതുകൊണ്ട് നമ്മുടെ മുന്നിലുള്ള വ്യൂസ് അത്ര വ്യക്തമായിരിക്കില്ല. പക്ഷെ എന്നാലും എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കശ്മീരിൽ വരുന്ന വിനോദസഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒന്ന് തന്നെയാണ് ഈ കേബിൾ കാർ സർവീസ്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന വിനോദസഞ്ചാരികൾ ഒരിക്കലും മിസ് ചെയ്യാത്ത ഒന്നും കൂടി തന്നെയാണിത്. അതുകൊണ്ട് തന്നെ കശ്മീരിൽ വരുന്നവർ എന്തായാലും മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ ഇത്. ഇത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് നമുക്ക് നൽകുന്നത്. കാരണം ഇത്രയും ഉയരത്തിൽ ഈ മണ്ണിൻ്റെയും ഈ മരങ്ങളുടെയും ഒക്കെ കാഴ്ച ആസ്വദിച്ചുകൊണ്ട് നമ്മളിങ്ങനെ കേബിൾ കാറിൽ ട്രാവൽ ചെയ്യാന്ന് പറയുന്നത് അതൊരു പ്രത്യേക ഫീലിംഗ് തന്നെയായിരുന്നു ഞങ്ങൾക്ക്. ಅವ್ರಿಗೆ ಕಳಿಸ್ಬೇಕಣ್ರಿ. ಇವಾಗ ನಾನು ಇಲ್ಲ ಹೊರಗಡೆ ಇದ್ದೀನಿ, ಜಮ್ಮು ಕಾಶ್ಮೀರಲ್ಲಿರೋದು. ನಾವು ಬಂದ್ಮೇಲೆ ಬೇರೆಯವ್ರ ಫೋನಿಂದ ಕಳಿಸ್ಬೇಕು ಅವ್ರಿಗೆ. ಇಲ್ಲ ಅವರು ಒಪ್ಪದಿಲ್ಲ, 2 ತಿಂಗಳದ್ ಕಳಿಸ್ಬಿಡಿ. ನಾಳೆನೆ ಕಳಿಸಿ, 2 ತಿಂಗಳದ್ ಕಳಿಸಿ. ಅಲ್ಲರಿ, ಈಗ ದುಡ್ಡು ಕೊಟ್ಮೇಲೆ ಬಡ್ಡಿ ಕೇಳಲ್ವ ಅವರು? ಇಲ್ಲ ಅಂದ್ರೆ ನಾನು ನೀವು ಬಂದು ಕೊಟ್ಮೇಲೆ ಕಳಿಸ್ಬೇಕು, ಗೊತ್ತಾಯ್ತು? ನೀವು ಬಂದು ಇಂಟ್ರೆಸ್ಟ್ ಕೊಟ್ಮೇಲೆ ನಾನು ಕೊಡ್ಬೇಕು ಅವ್ರಿಗೆ. ಇಲ್ಲ ಒಪ್ಪಲ್ಲ ರೀ ಅವರು. 5,000 ರೂಪಾಯಿ ಹಾಕ್ಬಿಡಿ. ಒಂದು 5-6 ದಿನ ಆಗಿದೆ, ಇರ್ಲಿ ಪರವಾಗಿಲ್ಲ, ನಾನು ಹೇಳ್ತೀನಿ ಅವ್ರಿಗೆ 5,000 ರೂಪಾಯಿ ಹಾಕ್ಬಿಡಿ. ಆಯ್ತಾಯ್ತು. ಫೋಟೋ ತಗೊಂಡ್ರ ಇನ್ನೊಂದು ತಗೋತೀರಾ? ಫೋಟೋ ಸಾಕ ತಗೋತೀರಾ ಅಂತ? ವಿಡಿಯೋ ಮಾಡಬೇಕು ಫೋಟೋಗಿಂತ. ವಿಡಿಯೋ ಮಾಡಿಸಿ ಅಣ್ಣ ಅಕ್ಕ ಅವ್ರಿಗೆ ಕೊಡಿ, ಮಾಡ್ತಾರೆ. ಫೋಟೋ ಏನು 1-2 ಸಾಕು, ವಿಡಿಯೋ ಮಾಡಬೇಕು. ಸಖತ್ತಾಗೈತೆ ಮಾತ್ರ ಜೀವನ. ಅಣ್ಣ ಇಲ್ಲಿ ಇಳಿಯಕ್ಕೆ ಬಿಡಲ್ವಾ? ನಿಮ್ಗೆ ಅಲ್ಲಿ ಇಳಿಸ್ತೀನಿ, ನಡೀರಿ. ನೀವ್ ಸಾಕು, ನಡೀರಿ, ಹೋಗೋಣ ಪಾಯಿಂಟ್ ಅಂತ ಇರುತ್ತೆ, ಆ ಪಾಯಿಂಟ್ ಅಲ್ಲಿ ಬಿಡೋದು. ಇಲ್ಲೇ ಆ ಕಡೆ ಆಡಕ್ಕೆ ಇಡಿ ಸರ್. ಅದೇ ಆ ಪಾಯಿಂಟ್ ಅಲ್ಲಿ ಆತೇಟು ನಾವೀಗ ಬಂದ್ವಲ್ಲ, ಆಪೋಸಿಟ್. ಅದಕ್ಕೆ ಟ್ರಾಲಿಲಿ ಹೋಗೋದು ಮೇಲ್ಗಂಟ, ಗೊತ್ತಾ? ಇವ್ರು ಒಳ್ಳೆ ಟೂರ್ ಹೊಡಿತಾವ್ರೆ.
ಬ್ಯಾಟ್ರಿ ಎಲ್ಲ ಹೊಡಿತಾವ್ರೆ. ಇಲ್ಲಪ್ಪ ನಾನ್ ಸುಮಾರು ದುಡ್ಡು ಕೊಟ್ಟೆ. ನಾನು 10 years ಇಂದ ಕೇದಾರ್ನಾಥ್, ಅಮರ್ನಾಥ್ ಅವೆಲ್ಲ ಇವಾಗ ಹೋಗಿದ್ದೀರಾ? ಆಲ್ಮೋಸ್ಟ್ ಇಂಡಿಯಾನೇ ನೋಡ್ಬಿಟ್ಟಿದೀನಿ. ಈಗ ಈಗ ನೋಡಿದ್ದೀರಾ? ನೋಡ್ಬೇಕಾಗಿರೋದಕ್ಕೆ 4 ಚಾರ್ಧಾಮ್, ವೈಷ್ಣವಿ, ಅದು ಭೂಕಂಪ ಆಗೋಯ್ತು. ನಾವ್ ಇಳಿದ್ವಲ್ಲ ಅಲ್ಲಿಂದ ವೈಷ್ಣವಿ 150 ಕಿಲೋಮೀಟರ್. ಫ್ಲೈಟ್ ಅಲ್ಲಿ ನಾನು ಅದಕ್ಕೆ ನಿಮ್ಗೆ ಹೇಳಿದ್ದು. ಅಲ್ಲಿಂದ ಒರಿಸ್ಸಾ, ಅದು ಬೇರೆ, ಅದು ಒರಿಸ್ಸಾ. ಅದು ತುಂಬಾ ಇದು. ಜೈಪುರ್, ಇಂಡಿಯಾ ಅಲ್ಲಿ 7 ದೇವಸ್ಥಾನದಲ್ಲಿ ಅದು ದ್ವಾರಕಾ, ಮಥುರಾ. ಅದು ಓಣಲ್ಲ. ಮೇಲೆ ಕುಯ್ತಾ ಇತ್ತು ಈಗ. ಟಾಪ್ ಉಪ್ಪರ್ 10 ವರ್ಷದಿಂದ ಸುತ್ತಾ ಇರೋದು ನಾನು ಪ್ಲೇಸ್ಗಳೆಲ್ಲ. ಹೈಟ್ 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 ಡೆಲ್ಲಿಗೆ ಬಂದ್ಬಿಡೋದು. ಆ ಕಡೆ ಈ ಕಡೆ ನೋಡಿ. ಅಯ್ಯ 16 ಇದು ಹೈಟ್ ಆಗ ಡೌನ್ ಇಂದ 16 ಮೇಲೆ ಕುಯ್ತಿರೋದು. ಇಲ್ಲಿ ನೋಡಿ, ಹಿಂಗ್ ಫ್ರಂಟ್ ಮಾಡಿ, ಹಿಂಗ್ ಇಟ್ಕೊಳ್ಳಿ ಬರೀ. ಇಲ್ಲಿ ಈ ಬ್ಯಾಕ್ ಇಲ್ಲಿ ನೋಡಿ, ಇಲ್ಲಿ ಮಾಡಿ, ಈ ಹಿಂದೆ ಬರ್ಲಿ. ನಾವು ಫೋಟೋಗಳಲ್ಲಿ ಇದು ಮಾಡಿದ್ರೆ ಇದನ್ನೆಲ್ಲ ನೋಡೋದು ಮಿಸ್ ಮಾಡ್ತೀವಿ. ಫಸ್ಟ್ ನಾವು ಕಣ್ಣಲ್ಲಿ ನೋಡೋದು, ಫೋಕಸ್ ಅಲ್ಲಿ ಕೊಟ್ಬಿಟ್ಟು. ಜೀವನದಲ್ಲಿ ಈ ತರ ಬರೋದೇ ನಾವ್ ಬರಕ್ ಆಗಲ್ಲ. ಹಂಗೆ ആ കಡೆ കണ്ണായിസേ. ಇನ್ನೊಂದು ജന്മ ಏನೇನು. എന്തായാലും ഈ ഒരു അറ്റംപ്റ്റ് ഞങ്ങൾക്ക് വേസ്റ്റ് ആയില്ല. നല്ലൊരു എക്സ്പീരിയൻസും നല്ലൊരു കാഴ്ചകളും ഒക്കെയാണ് ഞങ്ങൾക്ക് നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളേറെ എക്സൈറ്റഡും അതിനുപരി ഭയങ്കര സന്തോഷമൊക്കെ ഉള്ള സമയം തന്നെയായിരുന്നു കേട്ടോ ഈ ഒരു കേബിൾ കാർ സർവീസിൽ നമ്മൾ പോയത്. അങ്ങനെ നമ്മളുടെ കേബിൾ കാർ സർവീസ് എല്ലാം കഴിഞ്ഞു. നമ്മളിതപ്പം തിരിച്ച് താഴെ ഇറങ്ങി. ഈ മഞ്ഞൊക്കെ മൂടി ഏകദേശം ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്കൊക്കെ ആയിട്ട് വരുന്നുണ്ടായിരുന്നു. നല്ല തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ नहीं काफी पीता नहीं, चाय पीना का। कहवा पिएगा? ड्राई फ्रूट वाला कहवा अच्छा है, बढ़िया नहीं, पैसा नहीं। हाँ ഈ ഏരിയയിൽ തന്നെയായിരുന്നു നമുക്ക് സ്നോ സ്നിപ്പിംഗ് ചെയ്യാനുള്ള അവസരം ഉള്ളത് കേട്ടോ. പക്ഷേ നമുക്ക് അത്ര ധൈര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സ്നോ സ്നിപ്പിംഗ് ചെയ്തിട്ടില്ല. വളരെ കുറച്ച് പേരെ സ്നോ സ്നിപ്പിംഗ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളൂ. അപ്പം നമ്മൾ സ്നോ സ്നിപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളിപ്പോൾ എല്ലാവരും കൂടി ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാൻ ശരിക്കും സ്നോ സ്നിപ്പിംഗ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഇതൊരു നല്ല ഒരു അവസരം തന്നെയാണ് കേട്ടോ. അങ്ങനെ പേടിയൊന്നുമില്ല. ഇതൊരു അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ളവർക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്യാവുന്നൊരു കാര്യം തന്നെയാണിത്. അപ്പോൾ കുറച്ച് പേരൊക്കെ ഇവിടെ അത് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നമ്മളപ്പോൾ അത് വേറെ കുറച്ച് പേര് ചെയ്തത് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തതേ ഉള്ളൂ. ശരിക്കും കാശ്മീരിൽ വരുമ്പോൾ നമ്മൾ ഇതൊക്കെ ട്രൈ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ അത്രമാത്രം ധൈര്യവും ഇല്ലാത്തതുകൊണ്ട് കോൺഫിഡൻസും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിത് ഒഴിവാക്കിയിരുന്നത്. പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇവിടെ വരുമ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കുറച്ച് ഡേഞ്ചർ പിടിച്ച കാര്യം തന്നെയാണിത്. കാരണം ഭയങ്കര സ്ലിപ്പറി ആയിരുന്നു. ഇവിടെ നമുക്ക് വീഴാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വളരെ സേഫായിട്ട് പോവുക തന്നെ വേണം. ഇത് ചെയ്ത ആൾക്കാർക്ക് അടിപൊളിയാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം അത്ര കോൺഫിഡൻ്റായിട്ട് ഇങ്ങനെ ഒരു റിസ്ക് ഏറ്റെടുക്കാൻ അവർക്കൊരു ധൈര്യം ഉണ്ടായിരുന്നല്ലോ. അപ്പം അതൊരു വലിയൊരു അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്.
ഒരിക്കലും ഇതത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല കേട്ടോ. വളരെ ശ്രദ്ധിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് വീഴാനും അതുപോലെ തന്നെ നല്ല പരിക്കുകൾ പറ്റാനും ഒക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലായിട്ടുള്ള ഒരു അറ്റംപ്റ്റാണത്. പക്ഷേ അത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസും തന്നെയായിരിക്കും. കണ്ടോ, ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി അത് അത്രയും സ്ലിപ്പറി ആയിരുന്നു മഞ്ഞ്. അതുകൊണ്ട് നമുക്ക് നോർമൽ വാക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ കൂടെ നമ്മൾ ഈ സ്റ്റോലിങ്ങനെ ചെയ്യുമ്പോൾ അത് ഭയങ്കര ഒരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഇങ്ങനെ നോക്കിക്കണ്ടു, മറ്റുള്ളവരെന്തൊക്കെയാണ് ചെയ്യുന്നത് അങ്ങനത്തെ കാഴ്ചകളൊക്കെ കുറച്ച് നേരം താഴെ നിന്ന് ഇങ്ങനെ നോക്കിക്കണ്ടു കേട്ടോ. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഭയങ്കര ത്രിൽഡായിട്ടുള്ള ഫേസുകൾ നമുക്ക് അവിടെ കുറേ കാണാൻ പറ്റി. എന്തായാലും ഇതൊക്കെ കണ്ടതല്ലേ, അപ്പം പിന്നെ ക്യാമറയും പിടിച്ച് നമുക്കൊന്ന് ഇതിലെ വെറുതെ കറങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട്. ಇಲ್ಲಿ ನೋಡಕ್ ಚೆನ್ನಾಗೈತೆ, ಅಲ್ಲಿಗೆ ಬರೋ ಮಂಕು ಒಂದೇ ಇರಬೇಕು, ಬೀಳವ್ರ ಎದ್ದೇಳವ್ರ ನೋಡ್ಬೇಕು. ಯಾರಿಗನ ಮಾತಾಡಿ ಒಂದು ಅಲ್ಲಿ ನೋಡಿ ಬೀಳ್ತು. ಅಯ್ಯೋ ಇದರ್ಗಿರ್ಗೆ ಎಲ್ಕೊಂಡ್ಕೊತೀರಾ? ഈ ആളുകൾ കൂടുതലുള്ള സ്ഥലങ്ങളിലെല്ലാം സോൾജേഴ്സും അതുപോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് സോൾജേഴ്സിനെ നമുക്കിവിടെ കാണാൻ കഴിയും. കാരണം നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് അവർ നമ്മളെ ചുറ്റിലും നിൽക്കുന്നത് തന്നെ. അപ്പം നമുക്ക് എന്തെങ്കിലും അപകടം പിടിച്ച മേഖലകളിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ ഒക്കെ അവർ നമ്മളെ ഗൈഡ് ചെയ്യാറുണ്ട്. അങ്ങോട്ട് പോകരുത് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവരുടെ ഒരു എഫേർട്ട് ശരിക്കും സോൾജേഴ്സ് എന്തൊക്കെയാണ് നമ്മൾക്ക് നമ്മുടെ നാട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്. അവർ ഈ മഞ്ഞത്തും തണുപ്പത്തും വെയിലത്തും ഒക്കെ നമ്മളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നേരിട്ട് കാണാൻ കഴിയുമ്പം നമുക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നും കേട്ടോ നമ്മളുടെ സോൾജേഴ്സിനെ പറ്റി. അവർക്കൊരു ബിഗ് സല്യൂട്ടൊക്കെ കൊടുക്കാൻ തോന്നും നമുക്ക്. അത്രമാത്രം നമ്മളെ രാജ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ നമുക്ക് ചുറ്റിലുള്ളത്.
പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുത്തു. ഇതൊക്കെ കാണുമ്പം ശരിക്കും പണ്ട് നമ്മളുടെ നോട്ട്ബുക്കിൻ്റെയൊക്കെ ഫ്രണ്ട് പേജുകളിൽ ഇതുപോലത്തെ ചിത്രങ്ങളൊക്കെ വരാറുണ്ടല്ലേ. അപ്പം ആ നോട്ട്ബുക്കിലെ ചിത്രങ്ങൾ കണ്ട് വളർന്ന നമുക്ക് ഇതുപോലെ നേരിട്ട് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനും കാണാനും പറ്റുക എന്ന് പറയുമ്പം അതൊരു ഭയങ്കര ബ്ലെസ്സിങ് തന്നെയാണല്ലേ നമ്മുടെ ലൈഫിൽ. അപ്പം നിങ്ങൾക്കൊക്കെ പറ്റുന്നവരാണെങ്കിൽ ഈ സ്ഥലത്തൊക്കെ പോയി ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം. ഇതൊക്കെ നമ്മുടെ ലൈഫിലൊരു ഭയങ്കര മൈൽ സ്റ്റോൺസ് തന്നെയാണ്. ಅವ್ರು ಬರೋ ಜಾಗ ಇದು ನಮಗಿಂತ ಅವ್ರು ಬರೋ ಜಾಗ ಇಲ್ಲೇ ಇರಲ್ವಲ್ಲ ಬೇರೆ ಕಡೆ. ശരിക്കും ഇത് കാണാൻ ഉപ്പുപൊടി പോലെയില്ലേ? നിങ്ങളെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി എടുത്ത കേട്ടോ സ്നോ. എന്ത് ഭംഗിയല്ലേ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഓരോ ചെറിയ ചെറിയ കെട്ടിടത്തിൻ്റെ മേലെയും മഞ്ഞ് കൊണ്ടൊരു പുതപ്പും കൂടി ഇട്ടിരിക്കുകയാണ്. എന്ത് രസമല്ലേ! എന്തൊക്കെ കാഴ്ചകളാണ് ഈ ലോകത്ത് കാണാനല്ലേ നമുക്ക്. ശരിക്കും ഈ ഏരിയയിൽ വന്നിട്ട് ഇവിടെ താമസിക്കണം എന്നുള്ളവർക്കാണെങ്കിൽ ഇതൊരു ഹോട്ടലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ താമസിക്കാൻ പറ്റും. ഇപ്പം മേലെ കൂടെ ഹെലികോപ്റ്ററൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഇനി നമ്മൾ പതിയെ റൂമിലേക്ക് പോവുകയാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളെ കമൻസ് അറിയിക്കണം. നിങ്ങൾ മുൻപ് കാശ്മീരിൽ പോയപ്പോൾ ഇവിടെ പോയിട്ടുണ്ടോ എന്നൊക്കെ പറയണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.